ഗുഡ് മോർണിംഗ്. ഇത് നമ്മൾ എന്നും ഡെയിലി യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് ആണ്. ഹോം കെയർ ആൻഡ് ലോണ്ടറി കെയർ, ഓട്ടോ കെയർ പ്രോഡക്ട്സിനെ കുറിച്ചാണ് പറയുന്നത്. ഇത് നമ്മുടെ കയ്യിൽ ഉള്ള പ്രോഡക്ട്സിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പ്രോഡക്ട്സ് ആണ്. ഇതിനകത്ത് ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാത്തയില്ല. അപ്പൊ അറിയാവുന്ന പ്രോഡക്ട്സിനെ കുറിച്ച് തന്നെയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോം കെയർ, ലോണ്ടറി, ഓട്ടോ കെയർ. അപ്പൊ നമ്മുടെ പ്രത്യേകത അറിയാലോ, മണ്ണിനെയും മനുഷ്യനെയും ഒക്കെ സംരക്ഷിക്കുന്ന, അതായത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഉപയോഗിക്കാത്ത ബയോ സേഫ്, മണ്ണിനും മനുഷ്യനും ജീവികൾക്കും എല്ലാം സേഫ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മളുടെ പ്രോഡക്ട്സ്. അതാണ് ബയോസേഫ് ഫോർമുലയാണ് നമ്മുടെ എല്ലാ ക്ലീനിങ്ങും. ബാക്കിയൊക്കെ എന്താ, കെമിക്കൽസ് ആണ് യൂസ് ചെയ്യുന്നത്. ആ കെമിക്കൽസ് എപ്പോഴും നമുക്ക് നല്ലതായിരിക്കണം എന്നില്ല. അപ്പൊ നമ്മുടെ കയ്യിൽ ഇപ്പം പ്രോഡക്റ്റ് റേഞ്ചിനകത്ത് നമ്മുടെ വീടിനെ സംരക്ഷിക്കാനുള്ള പ്രോഡക്ട്സിനകത്ത് മെയിൻ ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ് ഡെസോള്, സ്പാർക്കിള്, വണ്ടർ ഡ്രോപ്പ്, വാഷ്മീറ്റിന്റെ തുണി കഴുകുന്ന ലിക്വിഡ്, വാഷ്മീറ്റ്, ഡിറ്റർജന്റ്, പോപ്പുലർ സോപ്പ്, വാഷ് സോപ്പ്, പിന്നെ ഡിറ്റർജന്റ് പൗഡർ, അങ്ങനെ എല്ലാ നമ്മുടെ ഹോം കെയർ കാറ്റഗറി, എല്ലാ കാറ്റഗറിയും നമ്മുടെ ബയോസേഫ് ആണ്. ഓക്കെ. അപ്പൊ അതിനകത്ത് തന്നെ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ബയോസേഫ് കാറ്റഗറി. ഏറ്റവും കൂടുതൽ നമ്മൾ ഹോം കെയറിനകത്ത് യൂസ് ചെയ്യുന്നത് ഡെസോളും സ്റ്റെറിക്ലീനും ഒക്കെയാണ്. അത് പറയുന്നതിന് മുമ്പ് ബയോസേഫ് കാറ്റഗറിയാണ് നമ്മൾ അവകാശപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താണ് ഈ ബയോസേഫ് ഫോർമുല എന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റണം. അതിന് വേണ്ടിയുള്ളതാണ്. അതിനകത്ത് ആദ്യത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയോഡിഗ്രേഡബിൾ, അതായത് നമ്മൾ മണ്ണിലിട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ദ്രവിച്ച് തീരും, അല്ലെങ്കിൽ അലുത്ത് തീരും, അല്ലെ ഡീകമ്പോസ് ചെയ്ത് തീരും. അങ്ങനെ ഡീകമ്പോസ് ചെയ്യാൻ കാരണം അതിനകത്ത് കെമിക്കൽസ് ഇല്ല എന്നുള്ളതാണ്. അതായത് ഫോസ്ഫേറ്റ് ആയ കമ്പോണൻസ് ഇല്ല, അല്ലെ ബ്ലീച്ചിങ് ഏജൻസോ കെമിക്കൽസോ ഹാംഫുൾ ആയിട്ടുള്ള ആസിഡ്സോ ആൽക്കലിയോ ഡൈയോ അങ്ങനത്തെ യാതൊരു സാധനവും നമ്മളിവിടെ ഉപയോഗിക്കുന്നില്ല. പ്രകൃതി എന്നുള്ള സാധനത്തിന്റെ തന്നെ എക്സ്ട്രാക്ട് കൊണ്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. ഇപ്പൊ പാത്രം കഴിയുന്ന വണ്ടർ ഡ്രോപ്പ് ആയിക്കോട്ടെ, എന്താ നമ്മൾ പ്രകൃതിയിൽ നിന്ന് ഉള്ള നമ്മുടെ വെളിച്ചെണ്ണയുടെ സത്ത് കൊണ്ടൊക്കെ തന്നെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് പ്രകൃതിയോട് തന്നെ അലിഞ്ഞു ചേരും. ഏത് നമ്മുടെ കണ്ടെയ്നർ പോലും ഇല്ല, ഇത് കിട്ടുന്ന കണ്ടെയ്നർ പോലും നമ്മൾ മണ്ണിൽ കുഴിച്ചിട്ട് ലയിച്ചു പോകുന്ന ഡീഗ്രേഡബിൾ ആയിട്ടുള്ള കണ്ടെയ്നേഴ്സ് വരെയാണ്, ബോട്ടിൽസ് വരെയാണ് നമുക്ക് അവർ സപ്ലൈ ചെയ്യുന്നത്. പിന്നെ എല്ലാം ബയോ ബേസ്ഡ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്, അതായത് നാച്ചുറൽ റിസോഴ്സസിൽ നിന്ന് എടുക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. അതെന്ന് പറഞ്ഞാൽ എന്താ, പിന്നെ കോക്കനട്ട്, തേങ്ങായ്ക്കകത്തുനിന്ന് സിട്രസ്, നാരങ്ങയുടെ സത്ത് എടുത്തിട്ടാണ് നമ്മുടെ സ്റ്റെറിക്ലീൻ്റെ കുറച്ച് എസൻസ് വരുന്നുണ്ട്. പിന്നെ ഫ്രൂട്ട്സ്, മിനറൽസ്, അതിനകത്തു നിന്നൊക്കെ ഉള്ള കുറേ സാധനങ്ങൾ എടുത്തിട്ടാണ് നമ്മുടെ ഈ ക്ലീനിങ് ഏജൻസ് ഒക്കെ അവരുണ്ടാക്കിയേക്കുന്നത്. മൂന്നാമത്തതിന്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭയങ്കര കോൺസെൻട്രേറ്റഡ് ആണ്. കടയിൽ കിട്ടുന്നതിനേക്കാളും ഭയങ്കര കോൺസെൻട്രേറ്റഡ് ആണ്. എക്സാമ്പിൾ നമുക്കറിയാലോ, നമ്മൾ ഒരു 500 ml വണ്ടർ ഡ്രോപ്പ് പാത്രം കഴുകുന്ന സാധനം വാങ്ങിയാൽ നമുക്കത് 50 ലിറ്റർ ആക്കാം. 50 ലിറ്റർ, അല്ലാതെ ഈ കടയിൽ കിട്ടുന്ന സാധനമൊന്നും ഇത്രയും 50 ലിറ്റർ ഒന്നും നമുക്ക് ആക്കാൻ പറ്റത്തില്ല. അതിന്റെ വില എത്രയാ? വെറും 200 രൂപയ്ക്കാണ് നമുക്ക് കിട്ടുന്നത്. MRP 230 രൂപയാണ് എന്ത് വരുന്നത്, 50 ലിറ്ററിന് വരുന്ന വില. അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാലോ ഒരു ലിറ്ററിന് ഏകദേശം എത്ര രൂപ വരുമെന്ന്. നിങ്ങൾക്ക് തന്നെ അറിയാലോ എത്ര ഇതാണ് നമുക്ക് വേണ്ടി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് കിട്ടുന്നത് 230 രൂപയ്ക്ക്, നമുക്ക് കിട്ടുന്ന 200 രൂപയ്ക്കും MRP 230, അതായത് ഒരു ലിറ്ററിന് വെറും 5 രൂപയെ താഴെ ഉള്ളൂ നമ്മുടെ ഈ പാത്രം കഴുകുന്നത്. അത്രയും കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സാധനമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. സ്റ്റെറിക്ലീൻ ആയിക്കോട്ടെ, ഡെസോൾ ആയിക്കോട്ടെ, സ്പാർക്കിൾ ആയിക്കോട്ടെ, എല്ലാ സാധനം. എന്തിനാ നമ്മുടെ വീട്ടിലെ വെള്ളി സാധനങ്ങളൊക്കെ, ഇപ്പൊ ഹിന്ദുസിന്റെ ഒക്കെയാണ് പൂജാമുറിക്കകത്തൊക്കെ വെള്ളി കൊണ്ടുള്ള നിർമ്മിച്ച സാധനങ്ങളാണ്. നമുക്കൊക്കെ ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഡെയിലി ഗോൾഡ് യൂസ് ചെയ്യുന്നതിനേക്കാളും നമ്മളൊക്കെ യൂസ് ചെയ്യുന്ന സാധനം എന്താണ്, സിൽവർ ഒക്കെ ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പൊ എല്ലാ സാധനവും, സിൽവർ സാധനങ്ങൾ വരെ നമുക്ക് ക്ലീൻ ആക്കാൻ സിൽവർ ഡിപ്പ് വരെ നമ്മുടെ കയ്യിലുണ്ട്. കട്ടിയായിട്ടുള്ള ബ്രാസും കാര്യങ്ങളും ഒക്കെ ക്ലീൻ ആക്കാൻ വേണ്ടി നമുക്ക് എന്ത് ഉപയോഗിക്കാം? നമ്മുടെ ബിയോണ്ട് ബ്ലൂ തന്നെ ഉപയോഗിക്കാം. അല്ലാതെ സ്മൂത്ത് സർഫസ് ഒക്കെ എങ്ങനെ എടുക്കാം? നമ്മുടെ കയ്യിലുണ്ട്. ഡെസോൾ യൂസ് ചെയ്യാം. ഈവൻ ഫാബ്രിക് പോലും ഡെസോൾ യൂസ് ചെയ്ത് നമുക്ക് ക്ലീൻ ആക്കാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ശരീരം വൃത്തിയാക്കാനും ഡാൻഡ്രഫ് കളയാനും ഡെസോൾ ഉപയോഗിക്കാൻ പറ്റും. അതിലേക്ക് നമ്മൾ വരുന്നുണ്ട്. അപ്പൊ ബയോ സേഫ് ഫോർമുല എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ബയോഡിഗ്രേഡബിൾ ആണ്. പ്രകൃതിക്കും മണ്ണിനും മനുഷ്യനും ഒന്നും ദോഷം ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല. രണ്ടാമത്തേത് ബയോ ബേസ്ഡ് ഇൻഗ്രീഡിയൻസ് ആണ്. പ്രകൃതിയിൽ നിന്ന് തന്നെയുള്ള വിളകളിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടാണ്. നാരങ്ങ നീര്, ഇഞ്ചി സത്ത്, പിന്നെ ചില ഫ്രൂട്ട്സ്, ചില മിനറൽസ് ഒക്കെ അവരെ എക്സ്ട്രാക്ട് ചെയ്ത് എടുത്തിട്ടാണ് ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കിയേക്കുന്നത്. മൂന്നാമത്തേന്ന് പറഞ്ഞാൽ ഹൈലി കോൺസെൻട്രേറ്റഡ് ആണ്. അതാണ് എക്സാമ്പിൾ പറഞ്ഞത്. 500 ml ഉള്ളതിന് നമ്മൾ 50 ലിറ്റർ
ലിറ്റർ വരെ നമുക്ക് ഡയലൂട്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ അതാണ് 200, നമ്മൾ വില നോക്കുമ്പോൾ 230 രൂപയാ. മാർക്കറ്റിൽ 40 രൂപയ്ക്കോ 50 രൂപയ്ക്കോ ഒക്കെ പാത്രം കഴുകുന്ന സാധനം അവൈലബിൾ ആയിരിക്കുന്ന കാലത്ത് നമ്മൾ 230 രൂപയും കൊണ്ട് സാധനം കൊണ്ട് പോയാൽ പറയും, അയ്യോ ഇതെന്തിനാ 230 രൂപ, അയ്യോ ഇത് വേണ്ട വേണ്ട കേട്ടോ, ഞങ്ങൾക്ക് ഇത് പറ്റില്ല എന്ന് പറയും. നിങ്ങൾക്ക് വാ തുറന്ന് പറയാ, ഇതിന്ന് നിങ്ങൾക്ക് 50 ലിറ്റർ വരെ ഉണ്ടാക്കാം. അതിൽ 1 ലിറ്റർ ഉണ്ടാക്കുമ്പോൾ ഏതാണ്ട് 4.5 രൂപ എങ്ങാണ്ടേ നിങ്ങൾക്ക് വരത്തുള്ളൂ ചെലവ്. അത്രയും കുറഞ്ഞ വിലയ്ക്ക് ആരാണ് ഇത്രയും നല്ല സാധനം തരിക? അതിപ്പോ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയണം. അതിനുവേണ്ടി മാത്രമാണ് നിങ്ങൾക്ക് അറിയാവുന്ന പ്രോഡക്റ്റ് ആയിട്ട് ഞാനിത് കൊണ്ടുവന്നേക്കുന്നത്. പിന്നെ ഉള്ളത് നോൺ ഇറിറ്റന്റ്. മറ്റേ പാത്രം കഴുകുന്നൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മുടെ കൈയൊക്കെ ഭയങ്കര ഹാർഡാവും, തൊലി പോവുകയും ചിലതൊക്കെ നഖത്തിനിടയിൽ ഇൻഫെക്ഷൻ വരികയും ചിലർക്കൊക്കെ അസഹ്യമായ ചൊറിച്ചിലുണ്ടാവുകയും ചെയ്യും. നമ്മുടെ ഈ പ്രോഡക്ട്സ് ഉപയോഗിക്കുന്ന വഴി അങ്ങനത്തെ യാതൊരു ഇറിറ്റേഷൻസോ സ്കിൻ ഇൻഫെക്ഷൻസോ ഒന്നും ഉണ്ടാവുന്നില്ല. അപ്പൊ ഇതാണ് ബയോ സേഫ് ഫോർമുല. എല്ലാവരും നോട്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ബയോഡിഗ്രേഡബിൾ ആണ്, ബയോ ബേസ്ഡ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്, ഹൈലി കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സൊല്യൂഷൻ ആണ് നമുക്ക് കിട്ടുന്നത്. അതും നോൺ ഇറിറ്റന്റ് ആയിട്ടുള്ള സൊല്യൂഷൻസ് ആണ്. നമ്മുടെ സ്കിന്നിനൊന്നും ക്ഷതവേൽപ്പിക്കാത്ത രീതിയിലുള്ള ഇതാണ് നമുക്ക് കിട്ടുന്നത്. അതിൽ ആദ്യം നമ്മൾ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറൗണ്ടർ ആയിട്ടുള്ള ഡെസോളിന്റെ അടുത്ത് തന്നെ. ഡെസോൾ എന്ന് പറഞ്ഞാൽ മൾട്ടിപർപ്പസ് ക്ലീനർ ആണ്. എല്ലാ സാധനവും ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്രോഡക്റ്റ് ആണ് ഡെസോൾ എന്ന് പറയുന്നത്. നിങ്ങൾ എല്ലാവരും വീട്ടിൽ ഉള്ള സാധനം തന്നെയാ അല്ലേ ഡെസോള്? ഡെസോളിന്റെ പ്രത്യേകത എന്താ, ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഡെസോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലി പവർഫുള്ളും സേഫും ഭയങ്കര സ്മൂത്തും ആയിട്ടുള്ള ഒരു ലിക്വിഡാണ്. നമ്മൾ കണ്ടാൽ നല്ല കട്ടിയുള്ള ഒരു ദ്രാവകമാണ്, എന്നാൽ ഒഴിക്കാൻ അത്ര പാടൊന്നുമില്ല. ഇത് കോക്കനട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ്, കോക്കനട്ട് ഡെറിവേറ്റീവ്സിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ്. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് കീടാണുക്കളെ കൊല്ലാനുള്ള ശക്തിയുണ്ട്. അപ്പൊ അത് കീടാണുക്കളെ കൊല്ലും. പിന്നെ ഇതിനകത്തും ഉണ്ടല്ലോ ഫോസ്ഫേറ്റോ ബ്ലീച്ചിങ് ഏജൻസോ ആസിഡ്സോ ആൽക്കലീസോ ഒന്നുമില്ല. അപ്പൊ വേണം നമ്മുടെ ദേഹത്ത് തൂത്താൽ പോലും നമുക്ക് യാതൊരു ഇറിറ്റേഷനും ഉണ്ടാവില്ല. തുണിക്കകത്തുനിന്ന് ഡൈ ഇളകി പോവോ അങ്ങനത്തെ യാതൊരു ബുദ്ധിമുട്ടും നമുക്ക് ഉണ്ടാവില്ല. എന്തിന്റെയാണ്? ഡെസോൾ. അത് എല്ലാ പ്രോഡക്റ്റും, നമ്മുടെ എല്ലാ പ്രോഡക്റ്റും, ഡെസോളിന്റെ കാര്യം മാത്രമല്ല, സ്റ്റെറിക്ലീനും എല്ലാ പ്രോഡക്റ്റിനകത്തും ഇങ്ങനെ തന്നെയാണ് വരുന്നത്. ഹൈലി കോൺസെൻട്രേറ്റഡ് ആണ്. അപ്പം ഇത് നമ്മൾ ഡയലൂട്ട് ചെയ്ത് ഉപയോഗിച്ചാൽ ഉണ്ടല്ലോ, നമ്മൾ 500 ml ബോട്ടിലാണ് ഇതിന് നമുക്ക് കിട്ടുന്നത്. 500 ml അല്ല, ചെറിയ ml കിട്ടുന്നില്ല. അതിനകത്ത് നമുക്ക് 83 ലിറ്റർ വരെ ക്ലീനിങ് സൊല്യൂഷൻ ഡയലൂട്ട് ചെയ്ത് ഉണ്ടാക്കാം എന്നാണ്. 500 ml 83 ലിറ്റർ വരെ നമുക്ക് ക്ലീനിങ് അത്രയും മതി. അതായത് ഒരു 5 ലിറ്ററിന്റെ ഒക്കെ ബക്കറ്റ് എടുത്തു കഴിഞ്ഞാലേ നമുക്ക് ഒരു ഡ്രോപ്പ് മതി ഡെസോൾ ഒന്ന് ഇറ്റിച്ചാൽ മതി ക്ലീൻ ആവാൻ. ഡെസോൾ നമ്മൾ ആസച്ച് ഡയലൂട്ട് ചെയ്യാതെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഓർക്കും അതിന് വലിയ പവർ ഇല്ലെന്ന്. പക്ഷേ അത് വെള്ളത്തിലോട്ട് ലയിച്ച് കഴിയുമ്പോഴാണ് അതിന്റെ ആക്ഷൻ തുടങ്ങുന്നത്. അതുകൊണ്ട് വെള്ളവുമായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോഴാണ് ഡെസോൾ പവർഫുൾ ആവുന്നതെന്ന് എല്ലാവരും ഓർത്തോണം. അല്ലാതെ നമ്മൾ അങ്ങനെ വാഷ് ചെയ്യാൻ നോക്കിയാലൊന്നും ഇതെന്താന്ന് നമുക്ക് തോന്നിപ്പോകും. എന്ന് വെച്ചാൽ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ഒരിക്കലും നമ്മുടെ ഇത് കോൺസെൻട്രേറ്റഡ് ആയിട്ടല്ല ഉപയോഗിക്കേണ്ടത്. നമ്മുടെ എല്ലാം ഡയലൂട്ട് ചെയ്യുമ്പോൾ പവർ കൂടുന്ന ലിക്വിഡ്സും സൊല്യൂഷൻസും ആണ് നമുക്ക് കമ്പനി തന്നേക്കുന്നത്. അപ്പൊ അറിയാലോ. പിന്നെ അതിന്റെ എന്ന് പറഞ്ഞാൽ നല്ല ചെറിയൊരു സ്മെല്ലുണ്ട്. അത് കുറേ നേരം നിലനിൽക്കുന്ന ഒരു സ്മെല്ലാണ്. എല്ലാ സാധനവും ഞാൻ പറഞ്ഞല്ലോ ഓൾ റൗണ്ടർ, എല്ലാ സാധനവും നമുക്ക് വൃത്തിയാക്കാൻ പറ്റും. തറ തുടയ്ക്കണോ? ഓക്കെ, അത് വെള്ളത്തിൽ 1 തുള്ളി 2 തുള്ളിയൊക്കെ 5 ലിറ്ററിൽ ഉപയോഗിച്ചാൽ മതി. അതിനുള്ള നല്ല പവർഫുൾ ആള്. മറ്റേത് എത്രയാ? 50 ലിറ്റർ ഉണ്ടാക്കാൻ പറ്റും. വണ്ടർ ഡ്രോപ്പിൽ നിന്ന് 50 ലിറ്റർ വരെയാ ഡയലൂട്ട് ചെയ്യാൻ കമ്പനി പറഞ്ഞേക്കുന്നത്. ഇത് 83 ലിറ്റർ വരെ നമുക്ക് ഡയലൂട്ട് ചെയ്യാം. അത്രയും പവർഫുൾ ആയിട്ടുള്ള സാധനം. ഒരു 2 തുള്ളിയൊക്കെ മതി നമുക്ക് ബക്കറ്റിൽ വെള്ളത്തിൽ എടുത്തു കഴിഞ്ഞിട്ട് അതൊന്ന് മുക്കി പിഴിഞ്ഞ് ആ തുണി കൊണ്ട് നമുക്ക് നമ്മുടെ സിങ്ക്, മീനൊക്കെ വറുത്ത് കഴിയുമ്പോഴൊക്കെ നമ്മുടെ ഗ്യാസ് സ്റ്റൗവില് പാചകങ്ങളിലൊക്കെ നല്ലൊരു സ്മെല്ലൊക്കെ വരും. എന്ന് വെച്ചാൽ ഒരു മീനിന്റെ കുളുമ്പ് മണം, അല്ലെ വെട്ടിക്കഴിയുമ്പോൾ ഒരു മണമൊക്കെ വരും. അതൊക്കെ നല്ല നല്ല വൃത്തിയായിട്ട് ഇത് തുടച്ചു കഴിഞ്ഞാൽ വൃത്തിയായിട്ട് മണമെല്ലാം വലിച്ചെടുത്ത് നല്ല ക്ലീൻ ആക്കിക്കോളും. അപ്പൊ നമ്മുടെ ഈ വർക്ക് ടോപ്പ് എന്ന് പറഞ്ഞാൽ ഈ പാചകങ്ങള്, പിന്നെ ഗ്ലാസ് ടോപ്പിന്റെ ഗ്യാസ് സ്റ്റൗവ് കാര്യങ്ങളെല്ലാം, പിന്നെ നമ്മുടെ ഷെൽഫുകളൊക്കെ ഇല്ലേ, ഷെൽഫൊക്കെ തുടച്ചെടുക്കാം നമുക്ക്. കമ്പ്യൂട്ടർ ടേബിളുകള്, വർക്കിംഗ് ടേബിളുകള്, ഫർണിച്ചറിന്റെ ഒക്കെ ആണെങ്കിൽ പോളിഷിന്റെ മണ്ടയിലെ പൊടിയൊക്കെ പെട്ടെന്ന് പോയിട്ട് നല്ലൊരു തിളക്കം കാണിക്കുക. എന്നാൽ പോളിഷ് ഒന്നും പോവോ തടിക്ക് കേടുണ്ടാവുകയോ ഒന്നും ചെയ്യത്തില്ല. പിന്നെ ഭിത്തിയിലൊക്കെ കുട്ടികൾ ക്രയോൺസ് കാര്യങ്ങളൊക്കെ കൊണ്ട് വരയ്ക്കുമല്ലോ, ചിലപ്പോൾ റീഫില് മഷിയൊക്കെ തെറിക്കുമല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളിടത്ത് നമ്മൾ ഇത് വെള്ളം കൊണ്ട് തുടച്ചെടുത്താൽ അടിപൊളിയായിട്ട് നമുക്കിത് ക്ലീൻ ആക്കി കിട്ടും. അപ്പൊ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നമ്മളുടെ പ്രോഡക്റ്റ് ആണ്. അതിൽ ഏറ്റവും അടിപൊളിയും ഒന്നാമത്തെ പ്രോഡക്റ്റും ആണ് എന്ത്, നമ്മുടെ ഡെസോള്. അപ്പൊ ഇത് എല്ലാ പർപ്പസിനും യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇപ്പൊ തറ തുടയ്ക്കാനും അല്ലെങ്കിൽ ഫർണിച്ചർ ക്ലീൻ ആക്കാനും ഒക്കെ ഇല്ലേ, തുടച്ചെടുക്കാനുള്ളിടത്ത് നമുക്ക് 30 ml 5 ലിറ്റർ വാട്ടറിൽ യൂസ് ചെയ്യാം.
30 ml മതി. അതായത് ഒരടപ്പ്. നമ്മുടെ മരുന്നൊക്കെ കുടിക്കുന്നതിനകത്ത് ഉണ്ടാവുമല്ലോ. അങ്ങനത്തെ 2 അടപ്പ് മതി. 5 ലിറ്റർ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് നമ്മുടെ കുഞ്ഞു ബക്കറ്റാണേ അര ബക്കറ്റൊക്കെ വെള്ളാ. അതിനകത്തേക്ക് അത്രയും ഉപയോഗിച്ചാൽ അത് ഹാർഡ് സർഫസ് ആണേ. ഹാർഡ് സർഫസിന്റെ പ്രത്യേകത എന്താ? അവിടെ അഴുക്ക് പെട്ടെന്ന് കട്ട പിടിച്ചിരിക്കുന്ന സ്ഥലങ്ങളാണ് ഹാർഡ് സർഫസ് എന്ന് പറയുന്നത്. നമ്മുടെ കിച്ചൺ ഹോബിന്റെ മണ്ടയിലും പിന്നെ ഈ ഫ്ലെയിം അടിക്കുന്നിടത്ത്, എണ്ണ പൊട്ടിത്തെറിച്ചിരിക്കുന്നിടത്ത്, പിന്നെ അതുപോലുള്ള സ്ഥലങ്ങളില് ഹാർഡ് സർഫസിലെ കാര്യമാണ് പറയുന്നത്. അന്നേരമാണ് നമ്മൾ 30 ml എടുക്കുന്നത്. അല്ലാത്തടത്തൊന്നും അത്രയും വേണ്ട. ഇനി എവിടെയേലും കറയുണ്ടേല്, അതായത് ഇപ്പൊ നമ്മുടെ കുട്ടികളുടെയൊക്കെ ഉടുപ്പില് യൂണിഫോമിലൊക്കെ മഷി പറ്റുക, അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ നമ്മൾ എന്തെടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 തുള്ളിയൊക്കെ ഒരു 2 തുള്ളിയൊക്കെ 2-3 ലിറ്റർ വെള്ളത്തിൽ വെച്ചിട്ട് ഒന്ന് ഡയലൂട്ട് ആകുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ ഈ തുണി വെച്ചിട്ടൊന്ന് ഉരച്ചാൽ മതി. ഈ സാധനം നമുക്ക് ക്ലീൻ ആക്കി കിട്ടും. അതൊന്ന് തുണി വെച്ചൊന്ന് ഒന്ന് ഉരച്ചു വിട്ട് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴുകി എടുത്ത് കഴിയുമ്പോൾ അത് അന്നേരം തന്നെ പോയേക്കും. പിന്നെ ഭയങ്കര ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഫാബ്രിക്സ് ആണെങ്കിൽ, കളർ പോവാനോ അല്ലെ വളരെ കട്ടിയില്ലാത്തതോ അങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ നമ്മൾ 30 മുതൽ 40 ml വരെ വാം വാട്ടറിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇത് പാത്രമൊക്കെ കഴുകാനാണെങ്കിൽ 5 ml മതി കേട്ടോ. 5 ലിറ്റർ, അതായത് 1 ml മതി 1 ലിറ്ററിന്. അതുകൊണ്ടാണ് ഞാൻ നമ്മൾ സാധാരണ ഒരു മഗ്ഗിലൊക്കെ എടുക്കുമ്പോൾ 1 ലിറ്റർ വെള്ളമൊക്കെ വരത്തുള്ളൂ. അതാ ഞാൻ പറഞ്ഞത് നിങ്ങളോട് ഒരു തുള്ളി ഒഴിച്ചാൽ മതി. നല്ല ഭംഗിയായിട്ട് നല്ല വൃത്തിയായിട്ട് നമുക്ക് പാത്രം കഴുകാനും എല്ലാത്തിനും നമുക്ക് ഇതിനെ യൂസ് ചെയ്യാം. കൈ കഴുകാനും ഒക്കെ നമുക്ക് ഇതിനെ യൂസ് ചെയ്യാം. അതായത് ശരീരത്തിലെ ക്ലീൻ ആക്കാനും എല്ലാം നമുക്ക് ഈ ഡെസോൾ നല്ലൊരു അടിപൊളി പ്രോഡക്റ്റ് ആണ്. അപ്പം ഇതിങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഇത്രയും ഡയലൂഷൻ വെച്ച് ഇതിന്റെ രൂപ നോക്കുമ്പോഴേ ഏതാണ്ട് 1 ലിറ്ററിന് തടയൊക്കെ തുടങ്ങുന്ന സമയത്ത് 3 രൂപയെ നമുക്ക് വരുന്നുള്ളൂ. 1 ലിറ്റർ ഉണ്ടാക്കാൻ വേണ്ടി 1 ലിറ്ററിലുള്ള ചെലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 രൂപയാണ് അതർ വാഷബിൾ സർഫസ്. ഇത് വെച്ചാൽ വിലയും കൂടെ നോക്കുക നിങ്ങൾ എത്രയാണ് ഇതിനകത്ത് വ്യത്യാസം വരുന്നതെന്ന്. അതേ ഉള്ളൂ ഇതിനകത്ത് പറയുന്നത്. അപ്പൊ ഇനി ഇതിനകത്ത് ഡെമോൺസ്ട്രേഷൻ, ഇപ്പൊ ഡെസോൾ നമ്മൾ ഇങ്ങനെയൊക്കെ പറയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ വലിയ രീതിയിലൊക്കെ പറഞ്ഞാൽ ആൾക്കാർ അത് വിശ്വസിക്കണമെന്നില്ല. നിങ്ങൾക്ക് ഡെമോ ചെയ്യാൻ എന്തെടുക്കണം, വാങ്ങിക്കേണ്ട സാധനം എന്ന് പറഞ്ഞാൽ ഷൂ പോളിഷ് ആണ് കേട്ടോ. ഷൂ പോളിഷ് പിള്ളേരുടെ ഷൂ പോളിഷ് ചെയ്യത്തില്ലേ, ആ ഷൂ പോളിഷ് എടുത്തിട്ട് നമ്മുടെ കയ്യിൽ തേക്കണ്ട, അവിടെയുള്ള ആരോടെങ്കിലും പറഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് വരാൻ പറയണം. സംശയത്തിൽ നിൽക്കുന്നവരെ നമുക്കറിയാലോ, നമ്മളുടെ ഹോം മീറ്റിങ്ങിൽ ഹോം പാർട്ടിയിലൊക്കെ നമ്മളെ പുച്ഛിക്കുന്നവരെ നമുക്കറിയാലോ. അപ്പൊ അവരോട് മേഡം ഒന്ന് വരുമോ എന്ന് ചോദിച്ചിട്ട് അവരുടെ ഈ കൈയുടെ ഇവിടെ ഉണ്ടല്ലോ ഷൂ പോളിഷ് ഒന്ന് തേച്ച് കൊടുക്കണം. അപ്പോഴത്തേക്കും എന്നിട്ട് വേറെ എന്നാ കൊണ്ട് കഴിയാലും അത് പോവില്ല. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ഗ്ലാസ് കാണുമല്ലോ, അതിനകത്ത് ഒരു തുള്ളി ഇറ്റിച്ചിട്ട് നല്ല വെള്ള ക്ലോത്ത് കാണുമല്ലോ, ടർക്കി പോലത്തെ നമ്മൾ കൊണ്ടുപോകുമല്ലോ, വൃത്തിയുള്ളതായിരിക്കുമല്ലോ, അത് ഈ വെള്ളത്തിൽ മുക്കിയിട്ട് നമ്മുടെ യുത്തിലൊന്ന് തുടച്ചു കൊടുത്താൽ മതി. ഈ ഷൂ പോളിഷ് നന്നായിട്ട് പൊക്കോളും. എന്നിട്ട് നമുക്ക് അവരോട് ചോദിക്കാം എന്തെങ്കിലും ചൊറിച്ചിലോ ഇറിറ്റേഷനോ വല്ലതും ഉണ്ടോ മേഡം എന്ന് ചുമ്മാ ചോദിക്കാം. അപ്പൊ അവർ ഓട്ടോമാറ്റിക്കലി പറയും ഏയ് ഇല്ല മേഡം കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് അതങ്ങ് തുടച്ചു കളയാം. അപ്പൊ അവരോട് പറയണം ദേ കണ്ടോ സ്റ്റെയിൻ പോയത് കണ്ടോ, അവർക്ക് എന്തെങ്കിലും ഇറിറ്റേഷൻ ഉണ്ടോ, ഇല്ല. അപ്പൊ ഒരു കാര്യം ക്ലിയർ ആയി. പിന്നെ രണ്ടാമത്തെ, അപ്പൊ നമ്മുടെ ആ ടവല് പറ്റി കാണത്തില്ലേ, അപ്പൊ എന്തെടുക്കണം, ആ ടവല് ആ ഗ്ലാസ്സിലെ വെള്ളത്തിലോ അല്ലെങ്കിൽ ചെറിയ ബൗളിലെ വെള്ളത്തിലോ അന്നേരം തന്നെ ഒന്ന് ഉരച്ചിട്ട് അതും ഒന്ന് കഴുകി കാണിച്ചാൽ മതി. ആ ടവല് നല്ല ക്ലീൻ ആവും. ഇതിലും നല്ല ഡെമോൺസ്ട്രേഷൻ വേറെ ഇല്ല. ഓക്കെ ആണോ? ഞാൻ പറഞ്ഞ ഓക്കെ ആണോ? ചെയ്തു നോക്കുവോ നിങ്ങള്? ഓക്കെ മാഡം, ഓക്കെ ഓക്കെ. അപ്പൊ എന്താണ്, ചുമ്മാ ഷൂ പോളിഷ് മതി കേട്ടോ. പിന്നെ റീഫില്ലിന്റെ ഒക്കെ ആണെങ്കിലും പോകും കേട്ടോ. റീഫില്ലിന്റെ ഒക്കെ ആണെങ്കിലും പോകും. നമുക്ക് പിന്നെ കുറച്ചുകൂടെ എളുപ്പമുള്ള കാര്യമായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഷൂ പോളിഷ് ഒന്നും കയ്യിലിരുന്നാൽ ഇവിടെ നമ്മുടെ കൈത്തളത്തിൽ തേച്ചിട്ട് അന്നേരം തന്നെ ചെറിയൊരു ഗ്ലാസ്സിൽ ഒരു മഗ്ഗിലോ വെള്ളം എടുത്തിട്ട് ഒരു തുള്ളി ഇറ്റിച്ചിട്ട് ഈ തുണി അതിനകത്ത് മുക്കിയിട്ട് നമ്മുടെ ഇവിടെ തുടച്ചു കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ ക്ലീൻ ആവും. എന്നിപ്പോ നമുക്ക് അവരോട് ചോദിക്കാം സ്കിന്നിന് ഇറിറ്റേഷൻ ഉണ്ടോ, ഞാൻ ഈ തുടച്ചെടുത്ത് എന്തെങ്കിലും ഇറിറ്റേഷനോ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, ഇല്ല. അപ്പൊ പറഞ്ഞു കണ്ടോ വേറെ എന്തെങ്കിലും സാധനം ഇട്ട് ഇപ്പൊ കഴുകി കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ പുകയുന്ന പോലൊക്കെ തോന്നത്തില്ല, ഇതിന് ബയോസേഫ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇറിറ്റേഷൻ ഒന്നും തോന്നാത്ത, നമ്മുടെ സ്കിന്നിനെ ഒക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് പറയാം. എന്നിട്ട് ഈ തുണിയെ കണ്ടില്ലേ, ഈ തുണിയിലെ സ്റ്റെയിൻ ഇനി പോണെങ്കിൽ ഓൾറൗണ്ടർ അല്ലേ, അപ്പൊ നമ്മളത് ആ വെള്ളത്തിലിട്ടൊന്ന് ഉരച്ചിട്ട് അതൊന്ന് പിഴിഞ്ഞു കാണിക്കുമ്പോൾ ആ കറയും പോയിരിക്കും. ഇതാണ് ഡെസോളിന്റെ ഏറ്റവും നല്ല ഡെമോയെ കുറിച്ചാണ് നമ്മളിവിടെ പറഞ്ഞത്. ഓക്കെ, അപ്പൊ അതെല്ലാവർക്കും ക്ലിയർ ആയെങ്കിൽ രണ്ടാമത്തെ ഒരു സാധനമാണ്
ആണ്. നമ്മൾ ഇത് നമ്മുടെ വീട്ടിൽ എല്ലായിടത്തും ഒന്നും ഉപയോഗിക്കണില്ല. എന്നാലും കുറച്ച് പേരൊക്കെ ഞാനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. എനിക്കൊക്കെ ഭയങ്കര ഉപകാരമാണ്. എന്തെന്ന് വെച്ചാല് നമ്മുടെ ഇവിടെ ഈ കുട്ടിക്കാനൊക്കെ അല്ലേ, നല്ല തണുപ്പല്ലേ. അപ്പൊ ഈ ജനലയിലൊക്കെ എപ്പോഴും നമ്മൾ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് മിസ്റ്റ് അടിയും. എന്താ പുകമറ പോലെ വന്നിട്ട് വെള്ളം പനച്ച് നിന്നിട്ട് നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ എന്തെടുക്കാന്ന് വെച്ചാൽ ഈ സ്പാർക്കിൾ കലക്കിയിട്ട് ഇങ്ങനെ കിശ് 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 ചില്ല് മുഴുവൻ ഒന്ന് അടിച്ചിട്ടൊന്ന് തുടച്ചു വിടും. പിന്നെ നമ്മുടെ ഗ്ലാസ് ക്ലീൻ ആക്കത്തില്ലേ, അതായത് നമ്മുടെ ഫ്രണ്ട് മിറർ ക്ലീൻ ആക്കുന്ന സൊല്യൂഷൻ ഉണ്ടല്ലോ, അതിനകത്ത് ഇതാ ഒഴിച്ചു വെച്ചേക്കുന്നത്. അപ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുന്നു വെച്ചാൽ അതിട്ട് ക്ലീൻ ആക്കുമ്പോൾ ഈ ഇത് ഗ്ലാസ് ക്ലീൻ ആകുന്നത് കൂടാതെ ഗ്ലാസ്സിൽ ഫോഗ് അടിക്കാതിരിക്കും. പിന്നെ സൈഡ് മിററും എല്ലാം ഞാൻ അങ്ങനെ, പിന്നെ എൻ്റെ വീട്ടിലെ മിറർ കാര്യങ്ങള്, പിന്നെ ജനലിന്റെ ചില്ലൊക്കെ നമ്മൾ തുടയ്ക്കുമ്പോൾ ഒക്കെ വൃത്തിയാക്കത്തില്ലേ വല്ലപ്പോഴും ഒക്കെ, അന്നേരം നമ്മൾ ഇത് ഉപയോഗിച്ചാൽ മതി. സ്പാർക്കിൾ എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേറ്റഡ് ഗ്ലാസ് ക്ലീനർ ആണ്. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിട്ട് തുടച്ചു കഴിഞ്ഞാൽ പുകയറ പിടിക്കത്തില്ല. ഓക്കെ, അപ്പം ഇതിനകത്ത് ആന്റി ഫോഗ് എഫക്റ്റ് ഉണ്ടെന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ. പിന്നെ നമ്മുടെ ചില്ലയിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന കറയൊക്കെ ഇതുകൊണ്ട് ഡയലൂട്ട് ആയി പോകും. ഇതും നേരത്തെ പറഞ്ഞ കൂട്ടത്തിൽ തന്നെയുള്ളതാണ്. കോക്കനട്ട് വെളിച്ചെണ്ണയിൽ നിന്ന് ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് ആണ്. എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. ഇതിനകത്ത് നമ്മൾ ഒരിക്കലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ 5-6 ദിവസത്തേക്ക് ഇതിനകത്ത് പുകയറ പിടിക്കത്തില്ല. പിന്നെ ഒരു 5-6 ദിവസം കഴിയുമ്പോൾ നമ്മൾ ഒന്നുകൂടി ഒന്ന് ക്ലീൻ ആക്കി വെച്ചാൽ മതി. അത് തന്നെ അനമ്മ മേഡത്തിന്റെ പിക്ചറിനകത്ത് നോക്കിയാൽ മതി, സ്പാർക്കിൾ ഇരിപ്പുണ്ട്. ഞാൻ ഇത്രയുള്ളൊരു കുപ്പിക്കകത്ത് അതൊരു തുള്ളി ഒഴിച്ച് വെള്ളം ഒഴിച്ച് ഇങ്ങനെ കുലുക്കിയിട്ട് വെച്ചേക്കാണ്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് അത് അടിച്ചു കൊടുത്ത് ക്ലീൻ ആക്കി എടുക്കും. അപ്പം ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലാസ്സിൽ വീഴുന്ന ഗ്രീസ്, പിന്നെ നമ്മളൊക്കെ മഴയത്തൊക്കെ യാത്ര ചെയ്യത്തില്ലേ, മഴയത്തൊക്കെ യാത്ര ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ലോറി അതുപോലുള്ള വലിയ വാഹനങ്ങൾ വന്ന് ചെള്ളയടിച്ച് തെറിപ്പിക്കുമ്പോൾ നമ്മുടെ വാഹനത്തിന്റെ ചില്ലയിൽ എന്ത് പറ്റും, ആ വണ്ടിയുടെ ഒക്കെ ഓയില് അല്ലെ തറയിലൊക്കെ ഉള്ള ഓയിലിന്റെ ഒക്കെ അംശം വന്നിട്ട് നമുക്ക് പിന്നെ ഗ്ലാസ്സിലൊന്നും കാണാൻ പറ്റില്ല. അപ്പൊ ആ സന്ദർഭങ്ങളിലൊക്കെയാണ് നമ്മുടെ ഈ ഗ്ലാസിന്റെ ഷാമ്പൂവിന് വരെ നമ്മുടെ സ്പാർക്കിൾ ഒഴിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി ഗ്ലാസ് നമ്മൾ വാഷ് ചെയ്യുമ്പോൾ ഈ ലിക്വിഡ് സ്പ്രേ ചെയ്യുമല്ലോ, അപ്പൊ ഈ ലിക്വിഡ് വന്നിട്ട് ഇത് നല്ല ക്ലീൻ ആക്കി വെച്ചേക്കും. ഹൈലി കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സാധനമാണ്. ഇത് 500 ml ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഈ 500 ml കൊണ്ട് നമുക്ക് 4 ബോട്ടിൽ വരെ ഡൈല്യൂട്ട് ചെയ്യാം, 4 ഇരട്ടി ഡൈല്യൂട്ട് ചെയ്യാൻ പറ്റും. അതാണ് ഇതിന്റെ ഗുണം. ഓക്കെ, അതാണ്. അപ്പം ഇത് എവിടൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്നുള്ള ഒരു സംശയം വരുമ്പോൾ നമ്മൾ ഈ പ്രത്യേകിച്ചും ഉണ്ടല്ലോ, ഈ കമ്പ്യൂട്ടറിന്റെ സ്ക്രീനൊക്കെ തുടയ്ക്കാൻ വേണ്ടി വാങ്ങുന്ന സൊല്യൂഷനൊക്കെ ചെറിയ ബോട്ടിലുകളായിരിക്കും. അതിനൊക്കെ ഭയങ്കര വിലയാണ്. 100 വില, 100-200 ഒക്കെ വിലയുള്ള ബ്രാൻഡഡ് സാധനങ്ങളാണ് നമ്മൾ വാങ്ങിക്കുന്നത് ഈ ലാപ്ടോപ്പിന്റെ സ്ക്രീനൊക്കെ വൃത്തിയാക്കാൻ. ഇത്രയൊന്നും അതിന്റെ ഒന്നും ആവശ്യമില്ലെന്നേ. നിങ്ങൾക്ക് ഇത് തന്നെ യൂസ് ചെയ്താൽ മതി, നമ്മുടെ ഈ സ്പാർക്കിൾ തന്നെ യൂസ് ചെയ്താൽ മതി. അതാണ് സ്പാർക്കിൾ എവിടൊക്കെ നമുക്ക് യൂസ് ചെയ്യാന്നുള്ളതാണ്. മിററിൽ യൂസ് ചെയ്യാം, കമ്പ്യൂട്ടറൊക്കെ തുടയ്ക്കാൻ ഉപയോഗിക്കാം, ഗ്ലാസ് തുടയ്ക്കാൻ ഉപയോഗിക്കാം, TV സ്ക്രീൻ തുടയ്ക്കാൻ ഉപയോഗിക്കാം. ഗ്ലാസ് മാത്രമല്ല, സ്റ്റെയിൻലെസ് സ്റ്റീല് തുടയ്ക്കാൻ ഉപയോഗിക്കാം. അതുകൂടാതെ വിൻഷീൽഡ് എല്ലായിടത്തിന്റെ അതും ഗ്ലാസ് തന്നെ ഏതാണ്ട് ഉപയോഗിക്കാം. അതായത് 500 ml 1/2 ലിറ്ററിന് 43 രൂപയെ വരുന്നുള്ളൂ. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ 4 ഇരട്ടി വരെ ഒന്നും നമ്മൾ ഡൈല്യൂട്ട് ചെയ്യാൻ നിൽക്കണ്ട. നമ്മളൊരു 3 ഇരട്ടി, അതായത് ഒരടപ്പ് എടുത്താൽ 3 അടപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് അങ്ങനെ നമ്മൾ ഇതിനെ ഡൈല്യൂട്ട് ചെയ്തിട്ട് നമ്മൾ സ്പ്രേ കുപ്പിക്കകത്ത് വെച്ചിട്ട് ആവശ്യത്തിനനുസരിച്ച് സ്പ്രേ ചെയ്തിട്ട് എല്ലാം തുടച്ചെടുക്കാൻ പറ്റും. ഓക്കെ, ഒരു തുണി കൊണ്ട് അത് ഇപ്പൊ മൈക്രോ ഫൈബർ, ലിനൻ ഫൈബേഴ്സും ഒക്കെ ഇഷ്ടം പോലെ എല്ലാ ഷോപ്പിംഗ് മോളിലും അവൈലബിൾ ആണ്. അത് വെച്ച് നമുക്ക് അടിപൊളിയായിട്ട് ഇത് തുടച്ചെടുക്കാൻ പറ്റും. അതാണ് സ്പാർക്കിളിന്റെ പ്രത്യേകത. സ്പാർക്കിൾ എവിടെയൊക്കെ ഉപയോഗിക്കാന്നുള്ളതിന്റെ കുറച്ച് എക്സാമ്പിൾസ് കൂടാണ്. ഗ്ലാസ് സർഫസിലാണെങ്കിൽ 1 ml മതി, ഒരു തുള്ളി മതി. ഇനി സീലിംഗ് ഫാൻ മുതലായ സാധനങ്ങളൊക്കെ തുടച്ച് സൂക്ഷിക്കാനാണെങ്കിൽ നമുക്ക് 5 ml വേണം ഡയലൂട്ട് ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടി. പിന്നെ ടെലിഫോൺ ഒക്കെ തുടയ്ക്കാനും 1 ml മതി. കമ്പ്യൂട്ടർ മോണിറ്റർ ഒക്കെ ഒരു 3 ml വരെയൊക്കെ യൂസ് ചെയ്യാം. സ്വിച്ച് ബോർഡും ഈ കോൺസെൻട്രേറ്റഡ് സാധനം വെച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇനി സ്പാർക്കിളിന്റെ ഡെമോയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊന്നില്ലേ 2 മിറർ എടുക്കാം. 2 മിറർ എടുക്കാം, അല്ലെ നമ്മുടെ കയ്യിൽ ഒരു കണ്ണാടിയേലും വേണം. ഒരു കണ്ണാടിയേലും വെച്ചിട്ട് എന്നെ എടുക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം ആ കണ്ണാടിയുടെ അവിടെ എന്തേലും ആവി അടിക്കുന്ന സാധനങ്ങൾ, എന്തെങ്കിലും ചൂടാകുന്നത് അവിടോട്ട് വെച്ച് കഴിയുമ്പോൾ, ഒന്നും വേണ്ട, ഒന്നും ചൂടാവാനില്ലേ, നമ്മളുണ്ടല്ലോ ഇങ്ങനെ വായ്ക്ക് അടുത്ത് വെച്ചിട്ട് നമ്മൾ ശ്വാസം ഇടത്തില്ലേ, അപ്പൊ നമ്മുടെ ചില്ലയിൽ ഇങ്ങനെ ഒരു ഫോഗ് പോലുള്ള സാധനം വരും. ഓക്കെ,
എന്നിട്ട് അടുത്ത് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇപ്പൊ ഒരു കണ്ണാടിയെ നിങ്ങളുടെ കയ്യിലുള്ളെങ്കിൽ അതിന്റെ പകുതി എടുത്ത് നിങ്ങൾ എന്നിട്ട് അത് തുടച്ച് കളയുക. എന്നിട്ട് പകുതി എടുത്ത് നമ്മൾ എന്ത് ചെയ്യും, ഈ നമ്മുടെ ഈ സ്പാർക്കിൾ സൊല്യൂഷൻ അടിച്ചിട്ട് തുടയ്ക്കും പകുതി. എന്നിട്ട് വീണ്ടും ഇതുപോലെ ആവി അടിക്കാൻ എന്തെങ്കിലും കുക്കറിന്റെയോ അല്ലെ നമ്മൾ വേപ്പറൈസർ ഉപയോഗിക്കത്തില്ലടാ വീട്ടില്, ആവി പിടിക്കാൻ ഉപയോഗിക്കില്ല, അത് അതിന്റെ മണ്ടേ വെച്ചാലും മതി. അപ്പൊ കറക്റ്റ് നമുക്ക് മനസ്സിലാവും നമ്മൾ ഈ സ്പാർക്കിൾ വെച്ച് തുടച്ചേക്കുന്നില്ലേ, സ്പാർക്കിൾ വെച്ച് തുടച്ചേക്കുന്നതിനകത്ത് എന്ത് ഇത് വരില്ല, വെള്ളത്തുള്ളി ഇങ്ങനെ പറ്റി പിടിക്കത്തില്ല, അത് ഭയങ്കര ക്ലീൻ ആയിട്ടിരിക്കും. മറ്റേ അടുത്ത് പക്ഷെ നേരത്തെ പോലെ ഫോഗ് പിടിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. ഇതാണ് ഇതിന്റെ ഏറ്റവും നല്ല ഒരു എക്സാമ്പിൾ, ആർക്കും എവിടെയും ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. ഓക്കെ, വലിയ മിററൊക്കെയാണ് സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇനി കുഞ്ഞു മിററൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും. ആദ്യം ഇങ്ങനെ നമ്മുടെ അടുത്ത് കൊണ്ടുവന്ന് നമ്മുടെ ശ്വാസം നിശ്വാസം കാരണം അവിടെ ഒരു ചെറിയൊരു ഫോഗ് അടിക്കും. അപ്പൊ അതിങ്ങനെ കാണിക്കാം. അത് കഴിഞ്ഞിട്ട് അതൊന്ന് തുടച്ചിട്ട് നമ്മുടെ ഈ സ്പാർക്കിൾ ഇട്ടൊന്ന് തുടച്ചിട്ട് അങ്ങനെ ഒന്ന് വെച്ച് നോക്കി, അവരോട് തന്നെ ചെയ്ത് നോക്കിക്കോളാൻ പറ. അതൊരിക്കലും ഫോഗ് അടിക്കത്തില്ല. 4-5 ദിവസം വരെ ഇത് നിൽക്കും കേട്ടോ. കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ 4-5 ദിവസം വരെ നിൽക്കും. പിന്നെ അപ്പൊ നമ്മള് സ്പാർക്കിൾ നിങ്ങൾ അധികം ഉപയോഗിച്ചിട്ടില്ല, ആരും ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മൾ വാങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ 1 വർഷം വരെയൊക്കെ നമ്മുടെ കയ്യിലിരിക്കും. ഒരു തുള്ളിയൊക്കെ അല്ലേ എപ്പോഴും ഉപയോഗിക്കുന്നത്, അതിന് വലിയ ചെലവൊന്നും ഇല്ലല്ലോ നമുക്ക്. അപ്പൊ അത് ഒരു 1/2 ലിറ്ററിന്റെ ഒക്കെ ഈ സ്പ്രേ ബോട്ടിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒരുപാട് കാലം നമുക്കത് സുഖമായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ 1 വർഷത്തിലൊക്കെ ഒരെണ്ണമൊക്കെ തന്നെ ധാരാളമാണ്. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാം പാത്രം കഴുകുന്ന സാധനമാണ് വണ്ടർ ഡ്രോപ്പ്. വണ്ടർ ഡ്രോപ്പ് വിറ്റ് മില്യനെയർ ക്ലബ് അംഗമായിരുന്ന വ്യക്തികളെ കുറിച്ച് വരെയൊക്കെ നമ്മൾ പഠിച്ചിട്ടും അവരെ കുറിച്ച് കേട്ടിട്ടും എല്ലാം ഉണ്ട്. അതേ സാധനം തന്നെയാണ് വണ്ടർ ഡ്രോപ്പ്. ഇതിങ്ങനെ തന്നെ വിൽക്കണമെന്നില്ല. ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഡയലൂട്ട് ആക്കിയിട്ട് കുപ്പിക്കകത്ത് വിറ്റാലും നിങ്ങൾക്ക് പറ്റും. അപ്പം ഇതെന്ന് പറഞ്ഞാൽ അഡ്വാൻസ്ഡ് ഡിഷ് വാഷിംഗ് ലിക്വിഡ് ആണ്. കോക്കനട്ട് ഓയിലിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുത്ത ലിക്വിഡ് ആണ്. അതുകൊണ്ട് തന്നെ വളരെ സേഫ് ആയിട്ടുള്ള ലിക്വിഡ് ആണ്. ഞാൻ ഒന്നുകൂടെ പറയാണ്, നമ്മളൊക്കെ വീട്ടില് മറ്റേ നമ്മുടെ കയ്യിൽ ബാറുകൾ കിട്ടും അല്ലെ, പച്ച കളറിൽ ഒരുപാട് കമ്പനിയുടെ ഡിഷ് വാഷിംഗ് ബോക്സ് അവൈലബിൾ ആണ്. നിങ്ങൾ തന്നെ ഒന്ന് എടുത്ത് അത് ഉപയോഗിക്കുന്നവര് നിങ്ങൾ തന്നെ ഒന്ന് എടുത്ത് നിങ്ങളുടെ പാത്രം ഒന്ന് നോക്കിക്കുക. അതിന്റെ ഏതേലും വക്കില് കാണും. പ്രത്യേകിച്ചും പ്രഷർ കുക്കറിന്റെ ഒക്കെ വാൽവിന്റെ ഒക്കെ സൈഡില്, വാഷറിന്റെ സൈഡില്, മിക്സിയുടെ ഒക്കെ വാഷറിന്റെ സൈഡില്, നമ്മുടെ പാത്രത്തിന്റെ ഒക്കെ അടപ്പിന്റെ ഇടുക്കിനിടയില്, പാത്രത്തിന്റെ മൂലയിലൊക്കെ ഇതിന്റെ അംശം ഇരിക്കും. ഇതൊക്കെ കെമിക്കലാണ്. ഇത് വയറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഹാനികരമായിട്ടുള്ള സാധനമാണ്. ഇനി ഇല്ല ഞങ്ങൾ പച്ച കളറിലെ ബാറൊന്നും അല്ല ഉപയോഗിക്കുന്നതെങ്കിൽ ഞങ്ങള് പൗഡറാണ്, ഡിഷ് വാഷിംഗ് പൗഡറാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞ് ചില ആൾക്കാരുണ്ട്. ശരിയാ, ഡിഷ് വാഷിംഗ് പൗഡർ ചിലതൊക്കെ ഉപയോഗിക്കുന്നത് നല്ല കരിയുള്ള പാത്രത്തിന്റെയൊക്കെ കരിയൊക്കെ പോയി ഭയങ്കര തിളങ്ങുന്നു, അലുമിനിയം പാത്രമൊക്കെ തിളങ്ങുന്നു എന്നൊക്കെ നമുക്ക് തോന്നും. നിങ്ങൾ എന്തെടുക്കണം എന്നറിയാവോ, അതേ പാത്രം ഉണങ്ങി കഴിയുമ്പോൾ ചുമ്മാ അതൊന്ന് കൈ കൊണ്ടൊന്ന് ഉരച്ച് നോക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കറുത്ത കളറിലെ തുണിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആ പാത്രത്തിന് മണ്ടയിലൊന്ന് നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. എന്ത് മനസ്സിലാവും? അതിനകത്ത് എന്തോ വെളുത്ത കളറിലെ പൗഡർ. ഇതൊക്കെയാണ് നമ്മളും നമ്മുടെ കുഞ്ഞുങ്ങളുടെയും വയറ്റിലേക്ക് പോകുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് അങ്ങനത്തെ പ്രോഡക്ട്സ് നമ്മൾ ഉപയോഗിക്കാതിരിക്കുക. പിന്നെ ചില പ്രോഡക്ട്സ് ഉണ്ട്, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലിക്വിഡ് ആയിട്ട് തന്നെ കിട്ടുന്നതാണ്. അതിന് നല്ല മണവുമാണ്. ആ മണമാണ് എത്ര കഴുകിയാലും പോവില്ല. ആ ഡിറ്റർജന്റ്, ആ ഒരു ലിക്വിഡ് ഡിറ്റർജന്റിന്റെ മണമായിരിക്കും. അത് മാത്രമല്ല, നിങ്ങളൊന്ന് നോക്കിയാൽ മതി. ഈ പച്ചക്കളറിലൊക്കെ ലിക്വിഡാണ്. ഞാൻ കമ്പനിയുടെ പേരൊന്നും പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല, കമ്പനിക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല. അത് നിങ്ങൾ നോക്കിയാൽ മതി. അതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തേരെ വെള്ളം എടുത്ത് കഴുകി കഴിഞ്ഞാലും ഇതിനകത്തുനിന്ന് ഈ സാധനം പോകത്തില്ല. പതഞ്ഞോണ്ടിരിക്കും. നമ്മൾ കഴുകുന്നതിനനുസരിച്ച് ഇതിങ്ങനെ പതഞ്ഞോണ്ട് കുമള വന്നോണ്ടിരിക്കും. ഇതൊക്കെ എത്ര രൂപ മുടക്കിയാ നിങ്ങൾ വാങ്ങിക്കുന്നേ, അതും കൂടെ ആലോചിക്കുക. അപ്പൊ അതിനൊക്കെ അതിൽ നിന്ന് ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മുടെ വയറ്റിൽ ചെല്ലാതിരിക്കാനും, നമ്മുടെ പാത്രം തന്നെയാണ് നമ്മൾ നശിപ്പിക്കുന്നത്. ഇങ്ങനത്തെ കെമിക്കലൊക്കെ ഇട്ട് ഓരച്ച് മിക്കതിന്റെ എല്ലാവരുടെയും അവിടെ ടെഫ്ലോൺ നോൺ സ്റ്റിക്ക് ഒക്കെ അതിന്റെ എല്ലാ സർഫസ് നമ്മൾ തന്നെ ഉരച്ച് വൃത്തികേടാക്കുക ചെയ്യുന്നത്. അതിന്റെ യാതൊരു ആവശ്യവും ഇല്ല. നമ്മുടെ പാത്രം സംരക്ഷിക്കുന്നു, നമ്മുടെ കുടുംബാംഗങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നു. അതിനെല്ലാം പറ്റിയ ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ കോൺസെൻട്രേറ്റഡ് ഡിഷ് വാഷിംഗ് ലിക്വിഡ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എണ്ണ മെഴുക്ക് ബിരിയാണി ഒക്കെ വെച്ച് കഴിയുമ്പോൾ ആ നെയ്യ്
നെയ്യുടെ മണം മെഴുക് എല്ലാം ഇത് നന്നായിട്ട് ഇത് വാഷ് ചെയ്ത് കളയും. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എല്ലാത്തിനും ഉപയോഗിക്കും. ഇത് എല്ലാ ഫാറ്റും, ആനിമൽ ഫാറ്റ്, വെജിറ്റബിൾ ഫാറ്റ്, ഡയറി ഫാറ്റ്, എല്ലാ സാധനവും ഇത് ക്ലീൻ ആക്കും. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് കിട്ടുന്ന എത്ര 500 ml ബോട്ടിലാണ്. അതിനകത്ത് നമ്മൾ 1 ലിറ്ററിന്റെ, ഞാൻ ചെയ്യുന്നത് ഞാൻ പറയുന്നത്, 1 ലിറ്ററിന്റെ ബോട്ടിൽ എടുത്ത് വെച്ചിട്ട് 10 ml അതിനകത്ത് ഒഴിച്ചിട്ട് കുലുക്കുവാണ്. നമ്മൾ അത് ഒഴിക്കുമ്പോൾ ഉണ്ടല്ലോ, നോക്കുമ്പോൾ ഇത് കലക്കി വെച്ചേക്കുന്ന സാധനം കണ്ട തനി പച്ചവെള്ളം, വേറെ ഒന്നുമില്ല. ചുമ്മാ നമ്മൾ മിനറൽ വാട്ടറിന്റെ ബോട്ടിൽ വെച്ചിട്ടില്ലേ, അതുപോലെ ഇരിക്കും, ഒരു വ്യത്യാസമില്ല. അതേസമയം നമ്മൾ ആ സാധനം ഒന്ന് കുലുക്കി നോക്കിക്കേ, അത് പതയും. അപ്പൊ കഴുകാൻ നമ്മൾ ഒഴിച്ചാലും നമ്മൾ ഓർക്കും, അയ്യേ ഇതിന്റെ പച്ചവെള്ളമാണോ, ഇത് ഇനി എങ്ങനെ വെച്ച് കഴുകുന്നു. കാരണം ബാക്കിയുള്ള ലിക്വിഡൊക്കെ നല്ല കൊഴുത്ത ദ്രാവകം, ഭയങ്കരമായിട്ട് പതയുന്നതാണ് നമ്മൾ കണ്ടേക്കുന്നത്. പക്ഷെ എത്ര ഡൈല്യൂട്ട് ആകുന്നോ അത്രയും പവർഫുൾ ആവുകയാണ് എന്ത്, നമ്മുടെ വണ്ടർ ഡ്രോപ്പ്. നിങ്ങൾ നോക്കിയാൽ മതി, അത് അത്രയും ഡൈല്യൂട്ട് ആക്കിയ സാധനം നമ്മൾ ഒഴിക്കുമ്പോൾ പച്ചവെള്ളം ഒഴിക്കുന്ന പോലെ. ഞാൻ മിക്കവാറും വീക്കെൻഡ്സിലൊക്കെ എൻ്റെ എളുപ്പത്തിൽ നമ്മൾ ക്ലീൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കിച്ചണിൽ അധികം സമയമില്ല, അപ്പൊ ഫ്രൈഡ് റൈസ് അതുപോലുള്ള സാധനങ്ങൾ ഉണ്ടാക്കിയ ഒരു കറി, റൈസ് മതി, പിന്നെ ഒരു കറിയൊക്കെ എന്തെങ്കിലും മതി, എളുപ്പം പണി കഴിയുന്നതുകൊണ്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പൊ ഈ നെയ്യുടെ ഒക്കെ മണമൊക്കെ പോകാൻ വളരെ എളുപ്പം. ഇത് ഈ പച്ചവെള്ളം പോലെ ഇരിക്കും, നമ്മുടെ സ്ക്രബർ ഇട്ട് ചുമ്മാ ഒന്ന് ഉരച്ച് കഴിഞ്ഞാൽ മതി. ഉരയ്ക്കണമെന്ന് നിർബന്ധമില്ല, എല്ലായിടത്തും എത്തിച്ചെന്ന് വരുത്താൻ വേണ്ടിയാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ ഉച്ചയ്ക്ക് പാത്രം കഴുകിയിട്ടായിരിക്കില്ല വരുന്നത് അല്ലെ. നിങ്ങൾ ശ്രദ്ധിച്ചോ, നിങ്ങളുടെയൊക്കെ കുട്ടികളുടെ ലഞ്ച് ബോക്സ് കഴുകാതെ വരുന്ന ലഞ്ച് ബോക്സ് ആണ്, എന്തൊരു സ്മെല്ലായിരിക്കും. പിറ്റേന്ന് നമുക്ക് കഴുകി വെച്ചേക്കുന്നതിനകത്ത് ഈ സ്മെല്ല് കാണും. നമ്മുടെ ഈ വണ്ടർ ഡ്രോപ്പ് ഇട്ടിച്ചു ഒന്ന് കഴുകി നോക്കിക്കേ, ഈ ഡയലൂട്ട് ആക്കി വെച്ച സാധനം ഒന്ന് വെച്ച് കഴുകി നോക്കൂ, ഒരു സ്മെല്ലും ഇല്ല. പെട്ടെന്ന് ക്ലീനായി, എല്ലാ എണ്ണമെഴുക്കും പോവും. ഇറച്ചിയൊക്കെ കഴുകി മീനൊക്കെ വെട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ സിങ്കു ഇതുകൊണ്ടൊന്ന് വൃത്തിയാക്കി നോക്കിക്കേ, ടാപ്പൊക്കെ നമ്മൾ അടുക്കളയിൽ ഈ മീൻ വെട്ടി എന്നാരും പറയില്ല, അത്രയ്ക്ക് ക്ലീനായി സാധനം കിട്ടും. അത്രയും അടിപൊളിയായിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. ലിറ്ററിന് ഏതാണ്ട് 4 രൂപ 5 രൂപയെ നമുക്ക് ചെലവ് വരുന്നുള്ളൂ. ഏറ്റവും നല്ല പ്രോഡക്റ്റ് ആണ്. ഏത് പാത്രം കഴുകാനും, സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണോ, നോൺ സ്റ്റിക്ക് ആണോ, ഗ്ലാസ് പാത്രമാണോ, മറ്റേ ചൈനീസ് പാത്രമാണോ, എല്ലാ സാധനം കഴുകാനും, പിച്ചള പാത്രമാണോ, ബ്രാസ് പാത്രമാണോ, ഇനി വെള്ളി പാത്രമാണോ, എന്ത് സാധനം കഴുകാനും ഏറ്റവും അടിപൊളിയായിട്ടുള്ള സാധനമാണ് നമ്മുടെ വണ്ടർ ഡ്രോപ്പ്. അത് എത്രയാണ്, 1 ലിറ്ററിൽ 10 ml വെച്ച് കലക്കിയാൽ മതി. ഓക്കെ. ഇനി ഇതിനെ നമുക്ക് വേണമെങ്കിൽ 500 ml പാക്കാണ്, അതിനെ നമുക്ക് 4 ബോട്ടിലൊക്കെ ആക്കി വെച്ചിട്ട് പിന്നെ ഡൈല്യൂട്ട് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. ശരിക്കും നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ സ്പോഞ്ച് ഒക്കെ വെച്ചിട്ടാണെങ്കിൽ ഒരടപ്പ് എടുത്താൽ അതിന്റെ കൂടെ 3 അടപ്പും കൂടെ, മറ്റതിന്റെ കാര്യം പറഞ്ഞ പോലെ, എന്നിട്ട് വെള്ളത്തിൽ കലക്കിയാൽ മതി. ഇല്ല ഇത് വാഷ് ബേസിൻ ഒക്കെ കഴുകാനും അങ്ങനെയൊക്കെ ഇല്ലേ, ഇങ്ങനെ അതായത് നമുക്ക് 2 രീതി കഴുകാം. നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പാത്രം ഇങ്ങനെ മുഴുവൻ എന്താ സോപ്പ് തേച്ച് വെച്ചിട്ട് പിന്നെ നമ്മൾ കഴുകിയെടുക്കുക. അല്ലാതെ രണ്ടാമത്തെ ഒരു മെത്തേഡ് കൂടെ ഉണ്ട്. എന്നാന്ന് വെച്ചാൽ, നമ്മുടെ സിങ്കിനൊക്കെ അടപ്പുണ്ട്, എന്നിട്ട് വെള്ളം കെട്ടി നിർത്തിയിട്ട് അതിനകത്ത് ഒഴിച്ചിട്ടിട്ട് കഴുകുന്ന ഒരു മെത്തേഡും ഉണ്ട്. ഫോറിനേഴ്സിന്റെ ഒക്കെ വീഡിയോയ്ക്കകത്ത് നമ്മൾ നോക്കിയാൽ നമുക്കത് പ്രത്യേകിച്ച് കാണാൻ പറ്റുന്നത്. അവരെന്നാടുന്ന് വെച്ചാൽ, നമ്മുടെ വാഷ് ബേസിന്റെ സിങ്കില്ലേ, അതിന്റെ അങ്ങ് അടച്ചിട്ടിട്ട് അതിനകത്ത് ഇളം ചൂടുവെള്ളം ഒഴിച്ചിട്ട്, ആ കേസിലാണ് ഒരു 3 ml, ഒരു വാഷ് ബേസിനകത്തൊക്കെ 5 ലിറ്റർ വെള്ളമൊക്കെ മാക്സിമം കൊള്ളത്തുള്ളൂ. പകുതി വരെ നമ്മൾ വെള്ളമൊക്കെ ഇടത്തുള്ളൂ. പകുതിയില്ല, 1/3 പോർഷൻ, 1/3 വെള്ളം ഒഴിക്കത്തുള്ളൂ. എന്നിട്ട് അതിനകത്തൊരു 3 ml ഒഴിച്ചിട്ട് ഈ പാത്രം അതിനകത്ത് ഇട്ടിട്ട് പിന്നെ അത് ഇങ്ങനെ തുടച്ച് അപ്പുറത്തെ ഡബിൾ സിങ്ക് ആയിരിക്കുമല്ലോ, അപ്പുറത്തെ അടുത്ത് നമ്മൾ കഴുകിയെടുക്കുന്നു. ഇത് അങ്ങനെ 2 മെത്തേഡിൽ ചെയ്യാം. 2 മെത്തേഡിലും ഏറ്റവും നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് നമ്മുടെ വണ്ടർ ഡ്രോപ്പ്. അപ്പൊ വണ്ടർ ഡ്രോപ്പ് ഇത്രയും ഡൈല്യൂട്ട് ആയാൽ ഉപയോഗിക്കാൻ പറ്റുമെന്ന് ആൾക്കാർക്ക് ഒരു സംശയം വരും. അപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന്, നമ്മൾ ഈ ഡെമോ ഒക്കെ ചെയ്യാൻ വേണ്ടി വെള്ളമൊക്കെ കൊണ്ടുപോകത്തില്ലേ, അപ്പോ അതുപോലെ ഒരു ബോട്ടിലിനകത്ത് എടുത്തിട്ട് നമ്മുടെ കയ്യിൽ ടൂത്ത് പിക്കോ പിന്നോ എന്തെങ്കിലും ഒക്കെ കാണില്ലേ, ടൂത്ത് പിക്കാ നല്ലത് കേട്ടോ. അപ്പൊ നമ്മുടെ വണ്ടർ ഡ്രോപ്പ് തുറന്നിട്ട് ടൂത്ത് പിക്ക് അതിനകത്ത് മുക്കിയിട്ട് ഈ 1 ലിറ്റർ വെള്ളമുള്ള കുപ്പിയില്ലേ അതിനകത്തേക്ക് ഇത് ഇട്ടിട്ട് ഒന്ന് കുലുക്കി കാണിച്ചാൽ മതി, നന്നായിട്ട് പതയും. അതാണ് ഇതിന്റെ ഡെമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ വേണം എന്തെങ്കിലും വൃത്തിയാക്കേണ്ടവരുണ്ടെങ്കിൽ നമുക്ക് വൃത്തിയാക്കി കാണിക്കുകയും ചെയ്യാം. വണ്ടർ ഡ്രോപ്പിന്റെ ഇതേ ഉള്ളൂ, വളരെ മനസ്സിലായില്ല, നമ്മുടെ കയ്യിലൊക്കെ ടൂത്ത് പിക്ക് ഒക്കെ കാണത്തില്ലേ, ടൂത്ത് പിക്ക്, ഈ പല്ലുകുത്തിയില്ലേ അല്ലെ ഈർക്കിലിയോ എന്തേലും ഒരു കമ്പ് എടുത്തിട്ടേ നമ്മൾ ഈ വണ്ടർ ഡ്രോപ്പിൽ നമ്മളൊന്ന് മുക്കും. ആ കമ്പ് ഈർക്കിലിയോ എന്തേലും മതി. എന്നിട്ട് അത് നമ്മൾ 1 ലിറ്റർ വെള്ളം ഇട്ടേക്കുന്ന മിനറൽ വാട്ടറിന്റെ ബോട്ടിലില്ലേ അതിനകത്തേക്ക് നമ്മൾ ഇത് ഇടും. ഇട്ടിട്ട് കുപ്പി അടച്ചിട്ടൊന്ന് കുലുക്കിയാൽ മതി, ഭയങ്കരമായിട്ട് പത വരും. അത്രയും ഡൈല്യൂട്ട് ആണ്, അത്രയും സ്ട്രോങ് ആണ് സാധനം. മനസ്സിലായോ? അപ്പൊ ഇന്നത്തെ സമയം കഴിഞ്ഞു. അപ്പൊ ഇന്നത്തെ മീറ്റിംഗ് ഞാൻ വൈൻഡപ്പ് ചെയ്തോട്ടെ? ഇത്രയും പറഞ്ഞതിൽ സൂപ്പർ ആയിരുന്നു, നല്ല ക്ലാസ് ആയിരുന്നു.
താങ്ക് യു. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ?